ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എനി ടൈം, ഓൾ ദ ടൈം, എവ്രി ടൈം, സംടൈംസ് ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന ഈ വാക്കുകളുടെ വ്യത്യാസമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ വാക്കാണ് ചിലപ്പോൾ. ചിലപ്പോൾ എന്നുള്ളതിന് നമ്മൾ സംടൈംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ ചിലപ്പോൾ രാവിലെ ഓടാൻ പോകാറുണ്ട്. അപ്പം ചിലപ്പോൾ സംടൈംസ്. ഐ സംടൈംസ് ഗോ ഫോർ എ റൺ എപ്പോൾ ഇൻ ദ മോർണിംഗ്. അപ്പോൾ ചിലപ്പോൾ എന്നുള്ളതിന് നമുക്ക് സംടൈംസ് ഉപയോഗിക്കാം. രണ്ടാമത്തേത് ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, എപ്പോൾ വേണമെങ്കിലും, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. യു ക്യാൻ മെസ്സേജ് മീ. എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നുള്ളതിന് എനി ടൈം യൂസ് ചെയ്യാം. അപ്പോൾ എനി ടൈമായി. ഇനി എല്ലാ തവണയും തവണകളെ കാണിക്കുകയാണ് എങ്കിൽ നമ്മൾ എവ്രി ടൈമാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് വാക്കാ, ഒറ്റ വാക്കല്ല കേട്ടോ. എവ്രി ടൈം ദേ മീറ്റ്. അവരെപ്പോൾ കണ്ടാലും മണിക്കൂറുകളോളം സംസാരിക്കും. ദേ ടോക്ക് ഫോർ hours. കണ്ടുമുട്ടുമ്പോഴെല്ലാം, എല്ലാ തവണയും എന്നൊക്കെയുള്ളതിന് എവ്രി ടൈം. ഇനി എപ്പോഴും അല്ലെങ്കിൽ എല്ലാ സമയത്തും അവൻ അങ്ങ് തിരക്കാം. ഹീ ഈസ് ബിസി. എപ്പോഴും എന്താ? ഓൾ ദ ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ എന്നുള്ളതിന് സംടൈംസ് പഠിച്ചു. ഇനി എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും എന്നൊക്കെയുള്ളതിന് എനി ടൈം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എല്ലാ തവണകളെ കാണിക്കാൻ എവ്രി ടൈം പഠിച്ചു. അതുപോലെ എപ്പോഴും എന്ന് കാണിക്കാൻ ഓൾ ദ ടൈം പഠിച്ചു. ഇതൊക്കെ വെച്ചിട്ട് ഓരോ സെൻറ്റൻസ് ഒന്ന് കമൻറ്റ് ചെയ്തേ.